മലങ്കര സഭയിൽ സമാധാനമുണ്ടാകണമെന്നും വഴക്കടിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ മോർ ബസേലിയോസ് ജോസഫ് പ്രഥമൻ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെ മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു പ്രതികരണം. ലെബനനിൽ നിന്നും മടങ്ങിയെത്തിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് വിശ്വാസികൾ ഒരുക്കിയത്. ഉച്ചയ്ക്ക് 1:30 നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ കാതോലിക്ക ബാവയെ സഭ മെത്രാപ്പൊലിത്തമാരും ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലേക്കെത്തിയ കാതോലിക്ക ബാവയ്ക്ക് വിശ്വാസികളുടെ സ്നേഹാർദ്രമായ സ്വീകരണം. കാലം ചെയ്ത ബസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയെ കബറടക്കിയിരുന്ന സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് സഭയുടെ ആചാരപ്രകാരം സ്വീകരിച്ചാനയിച്ചു. കബറിങ്കൽ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം സ്ഥാനാരോഹണ ശുശ്രൂഷ നടന്നു. عشنون شادر لخمر يوم صيون تشطالت ببعيد بوبيك. സ്ഥാനാരോഹണത്തിന് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ കാതോലിക്ക ബാവ സഭാ തർക്കത്തെക്കുറിച്ചും മനസ്സ് തുറന്നു. സഭയിൽ സമാധാനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. വഴക്കടിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വ്യവഹാരത്തിൻ്റെ വഴിയിലൂടെയല്ല, ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, ശ്രേഷ്ഠ കാതോലിക്ക ബാവ പറഞ്ഞു. അങ്ങനെ സഭയിൽ ശാശ്വതമായ സമാധാനത്തിന് അതിനുവേണ്ടിയുള്ളതായ ആഹ്വാനം ഈ പരിശുദ്ധ സഭയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരിശുദ്ധ പാത്രിയാർക്കയുടെ അനുഗ്രഹാശിസുകളോട് ഞാൻ മറുവിഭാഗത്തെ സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി പറയുകയാണ്. നമുക്ക് വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാം. നമുക്ക് സഹോദരങ്ങളെ പോലെ സ്നേഹത്തിൽ സഹവസിക്കാം. നമുക്ക് സഹോദരങ്ങളെ പോലെ പരസ്പരം ആദരിച്ച് മുൻപോട്ട് പോകാം. പരിശുദ്ധ പാത്രിയാർക്ക അതിനെല്ലാം തയ്യാറാണ്. പരിശുദ്ധ സഭയുടെ അസ്തിത്വത്തിൽ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട്, പരിശുദ്ധ സഭയുടെ അസ്തിത്വത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു സമാധാനമല്ല നമുക്ക് വേണ്ടത്. വ്യവഹാരത്തിൽ മരിക്കുന്ന ഒരു സഭയുടെ ഒരു മേൽപ്പെട്ടക്കാരനായ ഒരു സഭയുടെ ഒരു അഭിഷിക്തനായ മരിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. വ്യവഹാരത്തിൽ ജനിച്ച് വ്യവഹാരത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയോ വിശ്വാസിയാകാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുമോദനങ്ങൾ അർപ്പിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.